അത് കഴിഞ്ഞിട്ട് മറിച്ച് വെച്ച ശേഷം അതിനെ ഒന്നുകൂടി മടക്കി ചെറുതാക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ തവള റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചാടുന്ന തവളയായി. നമസ്കാരം. ഒറിഗാമി, ആർട്ട് ഓഫ് ഫോൾഡിങ്, അതായത് മടക്കുകളുടെ കല. ഒരു പേപ്പർ എടുത്തിട്ട് മടക്കി രൂപം ഉണ്ടാക്കുന്നു. പക്ഷികളുടെ, മൃഗങ്ങളുടെ കൗതുകകരമായ വസ്തുക്കൾ, അങ്ങനെ 100 വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും. ജപ്പാനിലാണ് ഈ കല ഉത്ഭവിച്ചത്. ഇന്ന് ഇന്ത്യയിലും ഒക്കെ തന്നെ, കേരളത്തിലൊക്കെ തന്നെ വളരെ വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മളിന്ന് ഞാൻ ചെയ്യുന്നത് തവളയാണ്. തവള ഉണ്ടാകുന്ന തന്നെ പല രീതിയിൽ തവള ഉണ്ടാക്കാം. ഒറിഗാമി തന്നെ പല രീതിയിൽ തവള ഉണ്ടാക്കാറുണ്ട്. അതിലൊരു തവള ടൈപ്പാണിത്. ഇതിന് പ്രത്യേകത പറഞ്ഞാൽ ചാടും തവളയാണ്. അതുകൊണ്ട് പല ടൈപ്പിലുള്ള തവളയുണ്ട്. ഇത് ചാടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചാടും. ഇങ്ങനെ ചാടി പോകും തവള. ഈ തവളയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പേപ്പർ എടുത്തു. ഒരു A4 പേപ്പറാണിത്. പക്ഷേ ഇവിടെ ആവശ്യമുള്ളത് ഇതിന് വേറൊരു ഷേപ്പാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്വയറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ പക്ഷേ സ്ക്വയറാണ് ഉപയോഗിക്കേണ്ടത്. 2 സ്ക്വയർ ചേർന്ന് വരുന്ന ഒരു റെക്റ്റാങ്കിളാണ് ഉപയോഗിക്കേണ്ടത്. 2 സ്ക്വയർ ചേർന്ന് വരുന്ന ഒരു ദീർഘചതുരം. അതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാക്കാൻ എളുപ്പമാണ്. പേപ്പർ 2ആയി മടക്കിയ ശേഷം സ്ക്വയറാക്കിയാൽ മതി. അപ്പോഴേക്ക് 2 പേപ്പർ ചേർന്ന് വരുന്ന ഒരു ദീർഘചതുരം കിട്ടും. അതായത് ഈ പേപ്പറിനെ 2ആയി കൃത്യമായിട്ട് മടക്കിയെടുത്തു. അതിങ്ങനെ മടക്കിയെടുത്തു. ആ മടക്കിയതിന് ശേഷം പിന്നീട് ഇതിനെ സ്ക്വയറാക്കുന്നു. സ്ക്വയറാക്കാൻ വേണ്ടിയിട്ട് നീളം കുറഞ്ഞ ഭാഗം നീളം കൂടിയ വശത്തിലേക്ക് ഇതാ ഇങ്ങനെ വയ്ക്കുന്നു. ഈ ബാക്കി ഭാഗം മുറിച്ച് കളയുന്നു. ഒറിഗാമിയിൽ സാധാരണയിൽ കട്ടിങ് ഇല്ല. പക്ഷേ പേപ്പർ ഷേപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കത്രിക ഉപയോഗിക്കുന്നത്. കത്രികയും പശയും ഇവിടെ ഉപയോഗിക്കാറില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് ഫോൾഡിങ് ആണ്. മടക്ക് മാത്രമേ ഉള്ളൂ. പേപ്പറിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി, അതായത് ഏത് വലിപ്പത്തിലുള്ള പേപ്പർ എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കത്രികയും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് 2 സ്ക്വയർ ചേർന്ന് വരുന്ന ഒരു ദീർഘചതുരം കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് അടിസ്ഥാന മടക്കുകൾ ആവശ്യമാണ്. ഇതിന് മാത്രമല്ല, ഇതിനനുബന്ധിച്ച് വരുന്ന കുറേ വീഡിയോയ്ക്കൊക്കെ തന്നെ ഇതിലുള്ള മടക്കുകൾ വളരെ ആവശ്യമാണ്. ഈ ഒരു മടക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി രൂപങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ഈ നടുക്ക് മുതൽ ഇതുവരെയുള്ള വച്ചുകൊണ്ട് 2 ഭാഗത്തു നിന്നും ഇങ്ങനെ മടക്കിയെടുത്തു. ഇനി വേണ്ടത്, ഇപ്പോൾ ഒരു കുന്നാണ്, ഇനിയൊരു കുഴി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തിരിച്ചാണ് മടക്കേണ്ടത്. ഇങ്ങനെ അതായത് ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കിയത് ഇങ്ങനെയായിരുന്നു. അതിനെ നിവർത്തി, അത് കഴിഞ്ഞിട്ട് ഈ പേപ്പറിനെ ഇങ്ങനെ ആക്കി. അപ്പോൾ കുന്നുമായി കുഴിയുമായി. ഈ പേപ്പറിനെ ഇതുപോലെ തന്നെ നിവർത്തി വെച്ചു. അതായത് ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ്, ഇങ്ങനെ ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കഴിഞ്ഞു. ഈ പേപ്പറിനെ ഒന്ന് മറിച്ചിട്ട ശേഷം ഇവിടെയായിട്ട് ഒരു പ്ലസ് ചിഹ്നം ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പറിനെ നടുക്ക് വരെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മടക്കണം. 2 ഭാഗത്തു നിന്നും. ഇത് മടക്ക് മാത്രമേ ആവശ്യമുള്ളൂ. മടക്കി കഴിഞ്ഞാൽ നിവർത്താം. എന്നിട്ട് നീളത്തിന് ഇങ്ങനെ മടക്കണം. നീളത്തിന് മടക്കി അത് നിവർത്തിയെടുത്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റു മടക്കുണ്ടാക്കിയ ശേഷം മറിച്ച് വെച്ചിട്ടാണ് പ്ലസ് മടക്കുണ്ടാക്കിയത്. ഇതാണ് പ്ലസ് മടക്കെന്ന് പറയുന്നത്. ഇങ്ങനെ മടക്കിയിട്ട് തിരിച്ചു മടക്കി. അപ്പോൾ ഈ ഭാഗത്ത് പ്ലസ് ഉണ്ടായി.
ഇതുണ്ടാക്കുമ്പോൾ ഇൻറ്റു ഉണ്ടാക്കും മറിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അത് ഈ പേപ്പറിനെ വീണ്ടും മറിച്ചിട്ടു. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഒരു ഇങ്ങനെ എന്താണ് നടുക്കൊന്ന് ഉന്തി നിൽക്കും. അതിനെ നടുക്കൊന്ന് പ്രസ് ചെയ്താൽ മതി, ഇങ്ങനെ ആവും. താഴെയും ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ആവും. അതിനുശേഷം രണ്ട് ഭാഗത്തു നിന്നും ഈ പേപ്പറിനെ, അതായത് മുകളിൽ കാണുന്ന സ്ക്വയറിൻ്റെ ഇരുവശങ്ങളിലും പിടിച്ചുകൊണ്ട് ഈ പേപ്പറിനെ വളരെ പതുക്കെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഒന്നുകൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പുതിയ മടക്കൊന്നും ഉണ്ടാക്കുന്നില്ല, എല്ലാ മടക്കും ഇവിടെ തന്നെ ഉണ്ട്. ഈ മുകളിൽ കാണുന്ന സ്ക്വയർ, ഇതാണ് സ്ക്വയർ. ഈ സ്ക്വയറിന് രണ്ട് ഭാഗം മാത്രം പിടിച്ചിട്ട് ഈ പേപ്പറിനെ ഇങ്ങനെ ചേർത്ത് വെച്ചു. എന്നിട്ട് മുകളിൽ പ്രസ് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ആയി. ഇതേപോലെ ഈ വശവും ഈ മുകളിൽ കാണുന്ന ഈ സ്ക്വയറിൻ്റെ ഇരുവശവും പിടിച്ചു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അടുപ്പിച്ചു, ചേർത്ത് വെച്ചു, മുകളിലൊന്ന് പ്രസ് ചെയ്തു. അപ്പോൾ എന്തായി? അതുമായി. അപ്പോൾ ഒരു സ്ക്വയർ കിട്ടി. ഇങ്ങനെ കിട്ടി. ഇനി വേണ്ടത്, ഇതിൻ്റെ മുകളിൽ 4 ലീഫുണ്ട്, 4 ദളങ്ങളുണ്ട്, 4 എണ്ണം. അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ മടക്ക് വാക്ക് ഇങ്ങനെയാണ്, അതിനോട് ചേർത്ത് ഇതേപോലെ മടക്കുക. ഇങ്ങനെ ഇതേപോലെ എല്ലാ വശവും. ഇങ്ങനെ മടക്കിയെടുത്തു. ഇപ്പോൾ ഇതിനകത്ത് സാധാരണ ഇതിൽ നോക്കുമ്പോൾ കുറേ രൂപം കാണാൻ പറ്റും, കുറേ ത്രികോണം കാണാൻ പറ്റും, കുറേ ചതുരം കാണാൻ പറ്റും. എത്ര ത്രികോണം കാണാൻ പറ്റും? ത്രികോണങ്ങൾ ഒന്നെണ്ണി നോക്കി. ത്രികോണങ്ങൾ സാധാരണ ഇതിൽ എണ്ണുമ്പോൾ ഏറ്റവും ചെറുതായിട്ടുള്ള 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ 8 ചെറിയ ത്രികോണങ്ങളെ മനസ്സിലാക്കാൻ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ 2 ത്രികോണം ചേർന്നുകൊണ്ട് മറ്റു ത്രികോണമാവും. അതായത് ഈ 2 ത്രികോണം ചേർന്നുകൊണ്ട് ഇവിടെ ഒരു ത്രികോണം രൂപപ്പെടാറുണ്ട്, ഒരു ട്രയാങ്കിൾ. അങ്ങനെയുള്ള 1 ഇവിടെ കിട്ടും. 1, 2, 3, 4. ഇനി ഇത് 2 ത്രികോണം ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അത് ചതുരാവില്ല, അല്ലെങ്കിൽ മറ്റു ത്രികോണം ആവില്ല. ഇനി 4 ത്രികോണം ചേർന്നാലേ അടുത്ത് വേറെ ത്രികോണം ആവുള്ളൂ. അതായത് ഇങ്ങനെ ഈ 4 ത്രികോണം ചേർന്നുകൊണ്ട് ത്രികോണം കിട്ടും ഇവിടെ. അതുപോലെ ഇവിടെ കിട്ടും. 2, 1, 2, അതുപോലെ 3, 4. അങ്ങനെ 4, 4, 8, നേരത്തെ 8. ഇപ്പം എത്രയായി? അതായത് ഏറ്റവും ചെറിയ ത്രികോണങ്ങൾ 4 എണ്ണം, അത് കഴിഞ്ഞിട്ട് 2 എണ്ണം വെച്ചിട്ടുള്ള 4 എണ്ണം, പിന്നെ മൊത്തം വെച്ചിട്ടുള്ള 4. അങ്ങനെ 16 ത്രികോണങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ചതുര എണ്ണം ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്ത് വേണ്ടത് ഈ പേപ്പർ തന്നെ അടുത്തൊരു മടക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ മടക്കുക. അതേപോലെ എല്ലാ വശവും. ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇതാ ഇങ്ങനെ മടക്കി, ഇവിടെ ഇങ്ങനെ മടക്കി. ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ പേപ്പറിനെ ഒന്ന് താത്തി വെച്ചു. ഇപ്പോൾ കൃത്യമാക്കി ഒരു ആമയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ചതുരമല്ല, ഒരല്പം കൂടെ മടക്കിയെടുത്ത് രൂപം തലയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ആമയുടെ രൂപം കിട്ടും. നമുക്ക് വേണ്ടത് തവളയാണ്. അതുകൊണ്ട് തന്നെ തവളയിലേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ പുറത്തായിട്ടൊരു 2 മടക്കാണ് ഉള്ളത്. ഈ പേപ്പർ വയ്ക്കുമ്പോഴേക്കും 2 ഇങ്ങനത്തെ മടക്കുകൾ നേരെ ആയിരിക്കണം. അതിനുശേഷം ഈ ഇങ്ങനെ ആക്കാൻ പറ്റുമെന്ന് നോക്കുക. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ കൈ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം? ഒന്ന് തിരിക്കുക, തിരിച്ച് ഇങ്ങനെ ആക്കുക. ഇങ്ങനെ ആക്കിയ ശേഷം ഈ പേപ്പറിനെ ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ നടുക്ക് വരെ ചേർത്ത് മടക്കണം. ഇങ്ങനെ മടക്കണം.
ഈ മടക്കിന് താഴെയായിട്ട് മറ്റൊരു ത്രികോണമുണ്ട്. ഈ ത്രികോണത്തെ നേരെ മുകളിലോട്ട് മടക്കുക. അതിനെ മുഴുവനായി മുകളിലേക്ക് മടക്കാൻ കഴിയില്ല. അതിനകത്ത് കുറച്ച് മാറ്റിയേ മടക്കാൻ പറ്റൂ. ആ മടക്കാൻ പറ്റുന്നത് മാക്സിമം മുകളിലോട്ട് മടക്കുക. ഈ മടക്കി വരുമ്പോൾ ഇതിൻ്റെ ഈ അറ്റം വന്ന് ഈ രണ്ട് പേപ്പറിൻ്റെയും നടുക്ക് തന്നെ നിൽക്കണം. അതിനുശേഷം ഇവിടെ ചെറിയ ഗ്യാപ്പ് കാണും. ആ ഗ്യാപ്പിലേക്ക് ഈ പേപ്പറുകളെ രണ്ട് പേപ്പറിനെയും ഇങ്ങനെ വള്ളപ്പതുക്കെ ചെരുകി വയ്ക്കുക. ഇപ്പോൾ തവളയുടെ ഷേപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഈ തവള ചാടില്ല. ചാടണമെങ്കിൽ അതിനുള്ള ഒരു ഇത് ചെയ്യേണ്ടി വരും. അതാണ് അടുത്ത് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ഇവിടെ ഒരു മടക്കം നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു മടക്കം നിൽക്കുന്നുണ്ട്. ആ മടക്ക് എത്തുന്ന ഭാഗത്ത് വെച്ച് ഈ പേപ്പറിനെ ഇങ്ങനെ പുറകിലേക്ക് ഒന്നൊടിക്കുക. അതായത് ഈ രണ്ട് പേപ്പറും വന്ന് നിൽക്കുന്ന ഈ ഭാഗം വെച്ചുകൊണ്ട് ഇങ്ങനെ മടക്കി. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ നീളത്തിന് ഈ പേപ്പറിനെ ഇങ്ങനെ മടക്കണം. ഇങ്ങനെ നീളത്തിന് മടക്കി. അപ്പോൾ ഈ മടക്കിയ ഭാഗം അടിയിലൊക്കെ ഇരിക്കുന്നത്. തിരിച്ചു വെച്ച ശേഷം ആ മടക്കിനെ ഒന്നും കൂടി മടക്കി താഴ്ത്തി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ തവള റെഡിയായിട്ടുണ്ട്. ഇതൊരു ഇസഡ് പോലെ ഇരിക്കുന്ന അടിവശം വന്നിട്ട്. ഈ ഒന്ന് പറയാം. അതാണ്ട് ഈ ഇവിടെ നിന്നൊരു മടക്കം നിൽക്കുന്നുണ്ട്, ഇവിടെ നിന്നൊരു മടക്ക്. ആ മടക്ക് വരുന്ന ജോയിൻ്റ് വരുന്ന ഭാഗത്ത് വെച്ച് ഈ പേപ്പറിന് താഴേക്ക് മടക്കുന്നു. അത് കഴിഞ്ഞിട്ട് മറിച്ച് വെച്ച ശേഷം അതിനെ ഒന്നുകൂടി മടക്കി ചെറുതാക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ തവള റെഡിയായിട്ടുണ്ട്. ഇത് ചാടുമ്പോൾ നോക്കാം. അങ്ങനെ ചാടുന്ന തവളയായി. അങ്ങനെ ചാടുന്ന തവള നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ചെയ്തു നോക്കുക. നമസ്കാരം.